അനൂപ്, ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? മാധു, ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നത് മാത്രമല്ല, സഭയിലേക്ക് എത്തിയിട്ടില്ല. അതായത് വഖഫ് ബില്ല് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബില്ലുകളിലൊന്ന്. അങ്ങനെ ഒരു ബില്ല് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവ്, ഒപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള MP എന്നുള്ള നിലയിൽ ഉറപ്പായും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഔദ്യോഗികമായി എന്തുകൊണ്ട് പ്രിയങ്ക പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. പ്രത്യേകിച്ച് വിപ്പ് ഉണ്ടായിരുന്നു. ആ വിപ്പിൽ പറയുന്ന കാര്യം മുഴുവൻ MP മാരും സഭയിലുണ്ടാവണം, ഒപ്പം തന്നെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്നുമായിരുന്നു. പക്ഷേ പ്രിയങ്ക പങ്കെടുത്തില്ല, ചർച്ചയിൽ പങ്കെടുത്തില്ല, സഭയിൽ വന്നില്ല. എന്ത് കാരണമെന്നത് ഇതുവരെ പാർട്ടി വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്ന ഒരു MP എന്ന നിലയ്ക്ക് ദേശീയ തലത്തിൽ BJP ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് വയനാട്ടിൽ നിന്ന് ജയിച്ചുപോയ പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ജയിച്ചത് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് എന്ന രാഷ്ട്രീയ പ്രചാരണം ഒരു വശത്ത് BJP സജീവമാക്കുന്നതാണ്. ആ തരത്തിൽ വളരെ മറ്റ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണ് BJP അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ നിലയ്ക്ക് ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കേണ്ട ഒരാൾ എന്ന ഉത്തരവാദിത്വം കൂടി പ്രിയങ്കയ്ക്ക് ഉള്ളതല്ലേ? ഉത്തരവാദിത്വം പ്രിയങ്കയ്ക്കുണ്ട്. കാരണം ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ ആശങ്ക നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കാരണം വഖഫ് സ്വത്തുക്കൾ കുറേയേറെ ഉള്ള സ്ഥലമാണ്. കാര്യം അതുമല്ല, അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് കേരളം, വയനാട്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടി വളരെ സജീവമായി ഇടപെട്ടിട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകാൻ കഴിഞ്ഞത്. അപ്പോൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ ഞങ്ങളുടെ ശബ്ദമായി അത് പാർലമെന്റിൽ ഉയർത്താൻ പ്രിയങ്ക വേണ്ടേ എന്ന ചോദ്യം ഉറപ്പായിട്ടും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും മതേതര വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ശബ്ദം പ്രിയങ്കയിൽ നിന്ന് ഉയർന്നില്ല എന്നാണ് വിഷയം. അത് മാത്രവുമല്ല, പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ഒരു വരിയെങ്കിലും പ്രിയങ്ക എവിടെയെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല.